ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7/9/2024 ആലപ്പുഴ പാലക്കാട് ജില്ലയിൽ ചോദിച്ച LD ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 122/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വി കുട്ടിമാളു അമ്മ, ഓപ്ഷൻ ബി ടി സുനന്ദാമ്മ, ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ, ഓപ്ഷൻ ഡി ആനി മസ്ക്രീൻ. അത് ഓപ്ഷൻ ബി ടി സുനന്ദാമ്മയാണ് കേട്ടോ. കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ഓപ്ഷൻ ബി ടി സുനന്ദാമ്മ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഉറുദു പത്രം, ഓപ്ഷൻ ബി ഉറുദു മാസിക, ഓപ്ഷൻ സി ബംഗാളി പത്രം, ഓപ്ഷൻ ഡി ബംഗാളി മാസിക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഉറുദു പത്രമാണ്. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാല് ഓപ്ഷൻ എ ഉറുദു പത്രം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല, ഇത് ആരുടെ വാക്കുകളാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല, ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ജോൺ ലോക്ക്, ഓപ്ഷൻ ബി തോമസ് പെയിൻ, ഓപ്ഷൻ സി ജോർജ് വാഷിംഗ്ടൺ, ഓപ്ഷൻ ഡി ഹെൻറി കോർട്ടർ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ജോൺ ലോക്ക് ആണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, സൺ യാത്ത് സണിന്റെ തത്വങ്ങൾ ഏവ? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ദേശീയത, ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സൺ യാത്ത് സണിന്റെ തത്വങ്ങൾ ഏവ? പ്രസ്ഥാനം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേശീയത, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സോഷ്യലിസം, നാലാമത് പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രമാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സൺ യാത്ത് സണിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇനി ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നത് 1912-ലാണ്. ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വരുന്നത് 1912-ലാണ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് സൺ യാത്ത് സൺ. ഇനി സൺ യാത്ത് സൺ പ്രാധാന്യം നൽകിയ ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം തുടങ്ങിയവ. സൺ യാത്ത് സണിന്റെ ഈ ആശയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, UN-ൽ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ വായിക്കും. ഓപ്ഷൻ എ 190, ഓപ്ഷൻ ബി 191, ഓപ്ഷൻ സി 192, ഓപ്ഷൻ ഡി 193. ഓപ്ഷൻ ഡി 193 ആണ്. ഇനി ചോദിക്കാം, ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ 193-ാമത്തെ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ദക്ഷിണ സുഡാനാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ 193-ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് അത് ദക്ഷിണ സുഡാനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഓപ്ഷൻ വായിക്കും. ഓപ്ഷൻ എ നാൻജിങ് ഉടമ്പടി, ഓപ്ഷൻ ബി ഷാങ്കായി ഉടമ്പടി, ഓപ്ഷൻ സി യാങ്സി ഉടമ്പടി, ഓപ്ഷൻ ഡി യെനാൻ ഉടമ്പടി. അപ്പം ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്ഷൻ എ നാങ്കിങ് ഉടമ്പടിയാണ്. എന്നാണ് ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം എന്നാണെന്ന് ചോദിച്ചാല് അത് 1839 തൊട്ട് 1842 വരെയാണ്. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം എന്നൊക്കെയാണെന്ന് വെച്ചാൽ 1839 തൊട്ട് 1842 ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ക്യാൻഡൻ കറുപ്പ് പാർട്ടിയാണ്. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് അത് ക്യാൻഡൻ കറുപ്പ് പാർട്ടിയാണ്. ഇനി ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. ഇനി രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷമാണ് 1856 തൊട്ട് 1860 വരെ. ഒന്നുകൂടെ പറയാം, ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം 1839 തൊട്ട് 1842 വരെയും ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അത് ക്യാൻഡൻ കറുപ്പ് പാർട്ടിയാണ്. ഇനി ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി എന്ന് പറയുന്നത്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി എന്ന് പറയുന്നത്. രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷം 1856 തൊട്ട് 1860 വരെയാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഓപ്ഷൻ ബി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഓപ്ഷൻ സി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ഓപ്ഷൻ ഡി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അത് ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇനി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാല് മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂടുപിടിച്ചു വരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തിച്ചേരുമ്പോഴേക്കും താഴുന്നു. അതിനാൽ
ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. ഒന്നുകൂടെ പറയാം, മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ചുയരുന്ന വായു ക്രമേണ തണുത്ത് ഭൂഭ്രമണത്തിന്റെ സ്വാധീനത്താൽ ഉപോഷ്ണ മേഖലയിൽ എത്തുമ്പോഴേക്കും താഴുന്നു. അതിനാൽ ഈ മേഖലയിലുടനീളം ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഇനി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാല് വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖലയിൽ സദാ ഉച്ചമർദ്ദമായിരിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാല് അത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥം വരുന്ന നിർവാത മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. ഓപ്ഷൻ ബി, സൂര്യനും ഭൂമിയും അകലെയായി. ഓപ്ഷൻ സി, സൂര്യനും ഭൂമിയും നേർരേഖയിൽ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അത് ഓപ്ഷൻ എ, സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നതാണ്. അപ്പം സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്നതാണ്. ഇനി ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന് സ്ഥിതി ചെയ്യുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം അഥവാ സൂര്യോച്ചം അല്ലെങ്കിൽ അപ്ഹീലിയൻ എന്ന് പറയുന്നത്. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന് സ്ഥിതി ചെയ്യുന്ന ദിനമാണ് സൂര്യവിദൂര ദിനം അല്ലെങ്കിൽ സൂര്യോച്ചം അല്ലെങ്കിൽ അപ്ഹീലിയൻ എന്ന് പറയുന്നത്. ഇനി പെരിഹീലിയൻ വരുന്ന ദിവസം എന്ന് പറയുമ്പോൾ ജനുവരി 3-ഉം അപ്ഹീലിയന് ജൂലൈ 4-ഉം ആണ് കേട്ടോ. ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ്. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ, സാന്ദ്രീകരണം. ഓപ്ഷൻ ബി, ചാലകം. ഓപ്ഷൻ സി, ജലപാതം. ഓപ്ഷൻ ഡി, ആർദ്രത. അത് ഓപ്ഷൻ ഡി, ആർദ്രതയാണ്. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ഏതാണെന്ന് ചോദിച്ചാല് അത് ആർദ്രതയാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, ബാംഗ്ലൂര്. ഓപ്ഷൻ ബി, തിരുവനന്തപുരം. ഓപ്ഷൻ സി, ഹൈദരാബാദ്. ഓപ്ഷൻ ഡി, ഡെറാഡൂൺ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഹൈദരാബാദ് ആണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ അത് ഹൈദരാബാദ് ആണ്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാല് അത് ഡെറാഡൂൺ ആണ്. ഡെറാഡൂൺ. ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ എ, ഹാൽഡിയ ടു അലഹബാദ്. ഓപ്ഷൻ ബി, കാക്കിനാഡ ടു പുതുച്ചേരി. ഓപ്ഷൻ സി, ബ്രാഹ്മണി ടു മഹാനദി ഡെൽറ്റ. ഓപ്ഷൻ ഡി, കൊല്ലം കോട്ടപ്പുറം. അത് ഓപ്ഷൻ ബി, കാക്കിനാഡ ടു പുതുച്ചേരിയാണ്. കാക്കിനാഡ ടു പുതുച്ചേരിയാണ് NW4 ബന്ധിപ്പിക്കുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, 0 ഡിഗ്രി. ഓപ്ഷൻ ബി, 90 ഡിഗ്രി. ഓപ്ഷൻ സി, 23.5 ഡിഗ്രി. ഓപ്ഷൻ ഡി, 66.5 ഡിഗ്രി. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ് എത്രയാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ഡി, 66.5 ഡിഗ്രിയാണ്. ഇനി ലംബ തലത്തിൽ നിന്നും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് എത്രയാണ്? ലംബ തലത്തിൽ നിന്നും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് എത്രയാണെന്ന് വെച്ചാൽ അത് 23.5 ഡിഗ്രിയാണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് അഥവാ NSSO നടത്തുന്ന സർവേയുടെ ഭാഗം അല്ലാത്തത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, തൊഴിലില്ലായ്മ സർവേ. ഓപ്ഷൻ ബി, ഉപഭോക്തൃ ചെലവ് സർവേ. ഓപ്ഷൻ സി, ദേശീയ കുടുംബാരോഗ്യ സർവേ.
ഓപ്ഷൻ ഡി സാമ്പത്തിക സെൻസസ്. അത് ഓപ്ഷൻ സി ദേശീയ കുടുംബാരോഗ്യ സർവേ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയാം ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതെന്ന് വെച്ചാൽ അത് ഓപ്ഷൻ സി ദേശീയ കുടുംബാരോഗ്യ സർവേ ആണ്. ഇനി ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്ന മന്ത്രാലയം ഏതാണെന്ന് വെച്ചാൽ അത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്ന മന്ത്രാലയം ഏതാണെന്ന് വെച്ചാൽ അത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ വ്യാവസായിക ധനകാര്യ കാർഷിക മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ ബി വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ സി പറയുന്നത് കാർഷിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ ഡി പറയുന്നത് വ്യാവസായിക കാർഷിക മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ്. അപ്പം ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയില് ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 1-ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ ബി 2-ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ സി 3-ാം പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ ഡി 4-ാം പഞ്ചവത്സര പദ്ധതി. അത് ഓപ്ഷൻ സി 3-ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. 3-ാം പഞ്ചവത്സര പദ്ധതി. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പഞ്ചാബ്, മധ്യപ്രദേശ്, ബീഹാർ. ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ബീഹാർ, പഞ്ചാബ്. ഓപ്ഷൻ സി മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. ഓപ്ഷൻ ഡി പഞ്ചാബ്, ബീഹാർ, മധ്യപ്രദേശ്. അത് ഓപ്ഷൻ സി മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ ആണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലെ ശരിയായിട്ടുള്ളത് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ ആണ്. ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഓപ്ഷൻ ബി മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ സി പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു. ഓപ്ഷൻ ഡി പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഓപ്ഷൻ ബി മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ സി പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു. ഓപ്ഷൻ ഡി പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഇത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓപ്ഷൻ ബി കാനറ ബാങ്ക്. ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ. അത് ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡയാണ് കേട്ടോ. ബാങ്ക് ഓഫ് ബറോഡ. ഇനി ആസ്തി അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് വെച്ചാല് അത് HDFC ആണ് കേട്ടോ. ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അത് HDFC ബാങ്കും വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അതാണ് SBI. വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അത് SBI ആണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി സംരംഭം ലക്ഷ്യമിടുന്നത്. ക്വസ്റ്റ്യൻ എന്നോട് പറയാം. ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ബി പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ സി വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ ഡി ബിസിനസ്സുകളിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. അത് ഓപ്ഷൻ എ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഇനി ഇന്ത്യയെ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2014 സെപ്റ്റംബർ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത്. ഇന്ത്യയെ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2014 സെപ്റ്റംബർ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം.
ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ആ രാജ്യത്തിന്റെ കരമേഖല, ഓപ്ഷൻ ബി ആ രാജ്യത്തിന്റെ വായുമേഖല, ഓപ്ഷൻ സി ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖല, ഓപ്ഷൻ ഡി ആ രാജ്യത്തിന്റെ തീരപ്രദേശം. ഏതാണ് അത്? ഓപ്ഷൻ സി ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖല. ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് വെച്ചാല് ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖലയാണ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഭൂപ്രദേശം, ഓപ്ഷൻ ബി ജനാധിപത്യം, ഓപ്ഷൻ സി ജനങ്ങൾ, ഓപ്ഷൻ ഡി പരമാധികാരം. അത് ഓപ്ഷൻ ബി ജനാധിപത്യമാണ് കേട്ടോ, ജനാധിപത്യം. ഇനി ഒരു രാജ്യത്തിന്റെ പ്രധാന അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് അത് ജനങ്ങളുണ്ട്, ഭൂപ്രദേശമുണ്ട്, ഗവൺമെന്റ്, പരമാധികാരം. ഒരു രാജ്യത്തിന്റെ പ്രധാന അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? പ്രസ്താവന വായിക്കാം. 1 ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. 2ാമത്തെ പ്രസ്താവന ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം. 3ാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം. 4ാമത്തെ പ്രസ്താവന സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? പ്രസ്താവന ഒന്നുകൂടെ പറയാം. ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. 2ാമത്തെ പ്രസ്താവന ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം. 3ാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം. 4ാമത്തെ പ്രസ്താവന സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 4 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 മാത്രമാണ്. ഇനി ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അനുച്ഛേദം 19 1 ഡി എന്നത് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ നീതിന്യായ വിഭാഗം, ഓപ്ഷൻ ബി കാര്യനിർവഹണ വിഭാഗം, ഓപ്ഷൻ സി നിയമനിർമ്മാണ വിഭാഗം, ഓപ്ഷൻ ഡി രാജ്യരക്ഷാ വിഭാഗം. അത് ഓപ്ഷൻ ബി കാര്യനിർവഹണ വിഭാഗമാണ് കേട്ടോ. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാല് അത് കാര്യനിർവഹണ വിഭാഗമാണ്. ഇനി നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഗവൺമെന്റ് വിഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് കാര്യനിർവഹണ വിഭാഗമാണ്. ഒന്നുകൂടെ പറയാം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1 രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. 2ാമത്തെ പ്രസ്താവന പറയുന്നത് രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. 3ാമത്തെ പ്രസ്താവന പറയുന്നത് രാജ്യസഭാ അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. 4ാമത്തെ പ്രസ്താവന പറയുന്നത് രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 3, 4 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 3, 4 തെറ്റാണ്. അനുച്ഛേദം 89 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? പ്രസ്താവന 1 പറയുന്നത് രാജ്യസഭ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു. 2ാമത്തെ പ്രസ്താവന രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. 3ാമത്തെ പ്രസ്താവന രാജ്യസഭാ അംഗങ്ങളെ 2 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. 4ാമത്തെ പ്രസ്താവന രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് തെറ്റായിട്ട് പറയുന്നത് 1, 3, 4 ആണ് കേട്ടോ. അനുച്ഛേദം 89 പ്രകാരം രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇതാണ് അനുച്ഛേദം 89 പ്രകാരം രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇനി രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി അത് 6 വർഷമാണ്. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ് കേട്ടോ. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ നിലവിൽ വന്നത് എന്നാണ്? രാജ്യസഭ നിലവിൽ വന്നത് അത് 1952 ഏപ്രിൽ 3-നാണ്. 1952 ഏപ്രിൽ 3-നാണ് ഉപരിസഭ, സെക്കൻഡ് ചേംബർ, ഹൗസ് ഓഫ് എൽഡേഴ്സ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ്. ഒന്നുകൂടെ പറയാം. ഉപരിസഭ, സെക്കൻഡ് ചേംബർ, ഹൗസ് ഓഫ് എൽഡേഴ്സ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്നത്
രാജ്യസഭയാണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ ഉള്ള സംസ്ഥാനം എവിടെയാണ്? ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. രാജ്യസഭയുടെ തിരഞ്ഞെടുപ്പ് രീതി ഇന്ത്യ കടമെടുത്ത രാജ്യം. രാജ്യസഭയുടെ തിരഞ്ഞെടുപ്പ് രീതി ഇന്ത്യ കടമെടുത്ത രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്ക. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ക്യാബിനറ്റ് മന്ത്രി, ഓപ്ഷൻ ബി സഹമന്ത്രി, ഓപ്ഷൻ സി ഉപമന്ത്രി, ഓപ്ഷൻ ഡി പ്രത്യേക ചുമതല. അത് ഓപ്ഷൻ ബി സഹമന്ത്രിയാണ്. ഇനി 2024 ജൂൺ മുതൽ മൂന്നാം മോദി മന്ത്രിസഭയിൽ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ആരാണ്? 2024 ജൂൺ മുതൽ മൂന്നാം മോദി മന്ത്രിസഭയിലെ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ആരാണ്? അത് സുരേഷ് ഗോപിയാണ് കേട്ടോ. സുരേഷ് ഗോപി. 2024 മൂന്നാം മോദി മന്ത്രിസഭയിലെ ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന വകുപ്പുകളുടെ ചുമതലയുള്ള മലയാളിയായ സഹമന്ത്രി ആരാണ്? ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന വകുപ്പുകളുടെ ചുമതലയുള്ള മലയാളിയായ സഹമന്ത്രി അത് ജോർജ് കുര്യനാണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? പ്രസ്താവന വായിക്കാം. പ്രസ്താവന 1. ജസ്റ്റിസ് ഹരിലാൽ J കെനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ശരിയാണോ? അത് ശരിയാണ്. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. ഇനി 4ാമത്തെ പ്രസ്താവന പറയുന്നത് ജില്ലാ കോടതിയുടെയും കീഴ്ക്കോടതിയുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 3ഉം മാത്രമാണ് കേട്ടോ. ഇവിടെ 26ന്റെ ആൻസർ സി 1ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന. ജസ്റ്റിസ് ഹരിലാൽ J കെനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. അതായത് സുപ്രീം കോടതി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ഏതാണെന്ന് ചോദിച്ചാല് അത് സുപ്രീം കോടതിയാണ്. ഇനി സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായി 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. ഇനി ജില്ലാ കോടതിയുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളാണ്. ഒന്നുകൂടെ പറയാം. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളാണ് കേട്ടോ. ഇനി അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഒന്ന് പറയാം. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? അപ്പം ഇതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ ഇല്ലായിരുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ആന്ധ്രാപ്രദേശ്. ഈ സഞ്ജീവനി ടെലിമെഡിസിൻ സേവനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാല് അത് ആന്ധ്രാപ്രദേശ് ആണ് 2019. ഇനി കേരളത്തിൽ ഈ സഞ്ജീവനി സേവനം ആരംഭിച്ച തീയതി എന്താണെന്ന് വെച്ചാൽ അത് 2020 ജൂൺ 10-നാണ് കേട്ടോ. കേരളത്തിൽ ഈ സഞ്ജീവനി സേവനം ആരംഭിച്ച തീയതി 2020 ജൂൺ 10-നുമാണ്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ അയ്യങ്കാളി പദ്ധതി, ഓപ്ഷൻ ബി നിർഭയ പദ്ധതി, ഓപ്ഷൻ സി സ്വാസ്ഥ്യം പദ്ധതി, ഓപ്ഷൻ ഡി ജനനി ജന്മരക്ഷ. ഏതാ? അത് ഓപ്ഷൻ ഡി ജനനി ജന്മരക്ഷയാണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ. കല്ലേൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ഓപ്ഷൻ ബി കണ്ടൽ കാടുകളുടെ സംരക്ഷണം, ഓപ്ഷൻ സി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അവകാശ സംരക്ഷണം, ഓപ്ഷൻ ഡി വന്യജീവി വന ജൈവ വൈവിധ്യ പ്രവർത്തനം. അത് ഓപ്ഷൻ ബി കണ്ടൽ കാടുകളുടെ സംരക്ഷണമാണ്. ഇനി കല്ലേൻ പൊക്കുടന്റെ ആത്മകഥ ഏതാണ്? അത് ഏതാണെന്ന് വെച്ചാൽ കല്ലേൻ പൊക്കുടന്റെ ആത്മകഥ ഏതാണെന്ന് വെച്ചാല് അത് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. അപ്പം കല്ലേൻ പൊക്കുടന്റെ ആത്മകഥ ഏതാണെന്ന് വെച്ചാല് അത് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ കെ രാജൻ, ഓപ്ഷൻ ബി പി പ്രസാദ, ഓപ്ഷൻ സി ഡോക്ടർ വി വേണു, ഓപ്ഷൻ ഡി പിണറായി വിജയൻ. അപ്പൊ ഓപ്ഷൻ ഡി
പിണറായി വിജയനാണ് കേട്ടാ. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? അത് മുഖ്യമന്ത്രി ആയിരിക്കും. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരായിരിക്കും? അത് റവന്യൂ മന്ത്രിയാണ് കേട്ടാ, റവന്യൂ മന്ത്രി. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സിഇഒ ആരാണ്? അത് ആരായിട്ടാണ്? അത് ചീഫ് സെക്രട്ടറി ആണ് കേട്ടാ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സിഇഒ ആരാണെന്ന് വെച്ചാൽ അത് ചീഫ് സെക്രട്ടറി ആയിരിക്കും. ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാന് അത് ജില്ലാ കളക്ടർ ആണ്, ജില്ലാ കളക്ടർ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുള്ള മഴക്കുഴി നിർമ്മാണം. ഓപ്ഷൻ ബി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കൽ. ഓപ്ഷൻ സി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള കുടിവെള്ള പദ്ധതി. ഓപ്ഷൻ ഡി ഖരമാലിന്യ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. അത് ഓപ്ഷൻ ബി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കലാണ് കേട്ടോ. ഓപ്ഷൻ ബി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കലാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയ്ക്കൊപ്പമാണ് കാണപ്പെടുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയ്ക്കൊപ്പം ആണ് കാണുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കുടുംബശ്രീ. ഓപ്ഷൻ ബി ശുചിത്വ മിഷൻ. ഓപ്ഷൻ സി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഓപ്ഷൻ ഡി സാക്ഷരതാ മിഷൻ. അത് ഓപ്ഷൻ എ കുടുംബശ്രീ ആണ് കേട്ടോ. ഇനി കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാം ഏതാണ്? കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാം അത് മീനയുടെ ലോകമാണ് കേട്ടോ. മീനയുടെ ലോകം. ഇനി കുടുംബശ്രീ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനുള്ള പൊതു ഇടമായി വികസിപ്പിക്കും എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കുടുംബശ്രീ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനുള്ള പൊതു ഇടമായി വികസിപ്പിക്കും എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് എന്നിടമാണ് കേട്ടോ, എന്നിടം. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിൽ ഡോപ്പമീൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലന നില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ അൾഷിമേഴ്സ്. ഓപ്ഷൻ ബി പാർക്കിൻസൺസ്. ഓപ്ഷൻ സി പക്ഷാഘാതം. ഓപ്ഷൻ ഡി അപസ്മാരം. അത് ഓപ്ഷൻ ബി പാർക്കിൻസൺസ് ആണ് കേട്ടോ. ഇനി അൾഷിമേഴ്സ് എന്ന രോഗത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. അൾഷിമേഴ്സിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകുക കേട്ടോ. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാകുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി പാർക്കിൻസൺസ് രോഗത്തിന്റെ കാരണം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷണത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഇതിന്റെ ലക്ഷണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ശരീര തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക, ഇതൊക്കെയാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അപസ്മാരത്തിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാല് തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ഒന്നുകൂടെ പറയാം, തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സിലിക്കോസിസ്. ഓപ്ഷൻ ബി സോറിയാസിസ്. ഓപ്ഷൻ സി ന്യൂമോകോണിയോസിസ്. ഓപ്ഷൻ ഡി ആസ്ബെസ്റ്റോസിസ്. അത് ഓപ്ഷൻ ബി സോറിയാസിസ് ആണ് കേട്ടോ. അപ്പം ബാക്കിയെല്ലാം എന്താണ്? സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ്, അസ്ബെസ്റ്റോസിസ്, ഇതൊക്കെ എന്താണ്? തൊഴിൽജന്യ രോഗങ്ങളാണ്. ഇനി ആസ്ബെസ്റ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഈ ആസ്ബെസ്റ്റോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോണിയോസിസ് എന്ന് പറയുന്നത്. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ അത് ന്യൂമോണിയോസിസ് ആണ്. ഇനി സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ്
നിർമ്മാണം എന്നിവിടങ്ങളിലായി ജോലി ചെയ്യുന്നവർക്കായിട്ടുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് എന്നും പറയുന്നത്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേത രക്താണുക്കൾ ഏതൊക്കെ? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ന്യൂട്രോഫില്, ലിംബോസൈറ്റ്. ഓപ്ഷൻ ബി ഈസ്നോഫില്, ന്യൂട്രോഫില്. ഓപ്ഷൻ സി മോണോസൈറ്റ്, ന്യൂട്രോഫില്. ഓപ്ഷൻ ഡി മോണോസൈറ്റ്, ലിംബോസൈറ്റ്. ഏതാണ്? മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേത രക്താണുക്കൾ ഏതൊക്കെ? അത് ഓപ്ഷൻ സി മോണോസൈറ്റ്, ന്യൂട്രോഫില്. മോണോസൈറ്റ്, ന്യൂട്രോഫിലും ആണ്. ന്യൂട്രോഫിലിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു. എന്നോട് പറയാം, ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിർമ്മിക്കുന്നു. ബേസോഫിൽ എന്ന് പറയുന്നത് മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. എന്നോട് പറയാം, ബേസോഫിൽ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈസിനോഫിൽ എന്ന് പറയുന്നത് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംബോസൈറ്റും രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? അത് ഓപ്ഷൻ ഡി നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് ആണ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥൂല ധാതുക്കൾ ഏതൊക്കെ? എന്നോട് പറയാം, സ്ഥൂല ധാതുക്കൾ ഏതൊക്കെ? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. ഓപ്ഷൻ ബി പറയുന്നത് സോഡിയം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ. ഓപ്ഷൻ സി അയൺ, കാൽസ്യം, ക്ലോറൈഡ്, മഗ്നീഷ്യം. ഓപ്ഷൻ ഡി പറയുന്നത് കാൽസ്യം, മഗ്നീഷ്യം, അയൺ, സിങ്ക്. ഓപ്ഷൻ ഒന്നുകൂടെ പറയാം, കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. ഓപ്ഷൻ ബി പറയുന്നത് സോഡിയം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ. ഓപ്ഷൻ സി പറയുന്നത് അയൺ, കാൽസ്യം, ക്ലോറൈഡ്, മഗ്നീഷ്യം. ഓപ്ഷൻ ഡി പറയുന്നത് കാൽസ്യം, മഗ്നീഷ്യം, അയൺ, സിങ്ക്. ഓപ്ഷൻ എ ആണ് കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. സ്ഥൂല ധാതുക്കൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. 39ാമത്തെ ക്വസ്റ്റ്യൻ, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെയോ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ താലോലം. ഓപ്ഷൻ ബി സമാശ്വാസം. ഓപ്ഷൻ സി സ്നേഹപൂർവം. ഓപ്ഷൻ ഡി സ്വാന്തനം. അത് ഓപ്ഷൻ സി സ്നേഹപൂർവമാണ് കേട്ടോ, സ്നേഹപൂർവം. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ്. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ റോപാർ വെറ്റ്ലാൻഡ്. ഓപ്ഷൻ ബി അറ്റ്പാടി. ഓപ്ഷൻ സി ബിലാസ്പൂർ. ഓപ്ഷൻ ഡി ടീക്കോണിയ. അത് ഓപ്ഷൻ ബി അറ്റ്പാടിയാണ് കേട്ടോ, അറ്റ്പാടി. പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ആണ് ഓപ്ഷൻ ബി അറ്റ്പാടി. 41ാമത്തെ ക്വസ്റ്റ്യൻ, പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ എയിംസ് ന്യൂഡൽഹി. ഓപ്ഷൻ ബി നിംസ് ജയ്പൂർ. ഓപ്ഷൻ സി NIIMH ഹൈദരാബാദ്. ഓപ്ഷൻ ഡി ICMR ന്യൂഡൽഹി. അത് ഓപ്ഷൻ സി NIIMH ഹൈദരാബാദ് ആണ് കേട്ടോ. ഓപ്ഷൻ സി NIIMH ഹൈദരാബാദ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 42ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ്. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അപവർത്തനം. ഓപ്ഷൻ ബി പ്രതിഫലനം. ഓപ്ഷൻ സി വിസരണം. ഓപ്ഷൻ ഡി പൂർണ്ണ ആന്തര പ്രതിഫലനം. ഏതാണ്? അത് ഓപ്ഷൻ സി വിസരണമാണ് കേട്ടോ. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് വിസരണം എന്ന് പറയുന്നത്. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ന്യൂട്ടന്റെ 1-ാം ചലന നിയമം. ഓപ്ഷൻ ബി ന്യൂട്ടന്റെ 2-ാം ചലന നിയമം. ഓപ്ഷൻ സി ന്യൂട്ടന്റെ 3-ാം ചലന നിയമം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പം അത് ഓപ്ഷൻ എ ന്യൂട്ടന്റെ 1-ാം ചലന നിയമമാണ് കേട്ടോ. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏതാണെന്ന് വെച്ചാൽ
അത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്ത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ആർക്കിമിഡീസ് തത്വം, ഓപ്ഷൻ ബി ബെർണോളിസ് തത്വം, ഓപ്ഷൻ സി പാസ്കൽ നിയമം, ഓപ്ഷൻ ഡി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അത് ഓപ്ഷൻ സി പാസ്കൽ നിയമമാണ് കേട്ടോ, പാസ്കൽ നിയമം. ഇനി 45-ാമത്തെ ക്വസ്റ്റ്യൻ, ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ജനശതാബ്ദി എക്സ്പ്രസ്, ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ്, ഓപ്ഷൻ സി കേരള എക്സ്പ്രസ്, ഓപ്ഷൻ ഡി രാജധാനി എക്സ്പ്രസ്. അത് ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ട്രെയിൻ 80 എന്നറിയപ്പെടുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇനി 46-ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിന്റെ പേരെന്താണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ വിക്രം, ഓപ്ഷൻ ബി ആര്യഭട്ട, ഓപ്ഷൻ സി രംഭ, ഓപ്ഷൻ ഡി ആദിത്യ. അത് ഓപ്ഷൻ എ വിക്രം ആണ് കേട്ടോ, വിക്രം. ഇനി 47-ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഒഗാനസോൺ, ഓപ്ഷൻ ബി ടെന്നിസൺ, ഓപ്ഷൻ സി മോസ്കോവിയം, ഓപ്ഷൻ ഡി നിഹോണിയം. അത് ഓപ്ഷൻ എ ഒഗനസൺ ആണ് കേട്ടോ, ഒഗനസൺ. എത്രയാണ് അറ്റോമിക നമ്പർ? അറ്റോമിക നമ്പർ അത് 118 ആണ് കേട്ടോ, 118 ആണ് ഒഗനസോണിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. 18-ാം ഗ്രൂപ്പിലെ ഒരേ ഒരു കൃത്രിമ മൂലകം ഏതാണെന്ന് വെച്ചാൽ അത് ഒഗനസൺ ആണ് കേട്ടോ. 18-ാം ഗ്രൂപ്പിലെ ഒരേ ഒരു കൃത്രിമ മൂലകം ഏതാണെന്ന് വെച്ചാൽ അത് ഒഗനസൺ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാ റീജിയ ലഭിക്കുന്നത്? അത് ഓപ്ഷൻ ബി 1HNO3:3HCl ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരുന്നത് 1HNO3:3HCl ആണ്. ഇനി 49-ാമത്തെ ക്വസ്റ്റ്യൻ, ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു, അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. അത് ഓപ്ഷൻ ഡി ആണ്, ഹെൻറി മോസ്ലി അറ്റോമിക നമ്പർ ആണ്, മെന്റലീവ് അറ്റോമിക മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, ഡൊബറൈനർ ത്രികങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത 50-ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഓസ്മിയം, ഓപ്ഷൻ ബി മെർക്കുറി, ഓപ്ഷൻ സി ക്രോമിയം, ഓപ്ഷൻ ഡി ഇറിഡിയം. ഏതാണ്? അത് ഓപ്ഷൻ സി ക്രോമിയം ആണ് കേട്ടോ, ക്രോമിയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. ഒരു നിശ്ചിത ഊഷ്മാവിൽ സൂക്ഷിക്കുന്ന അനുയോജ്യമായ വാതകത്തിന്റെ ഒരു നിശ്ചിത പിണ്ഡത്തിന് മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ബോയിൽ നിയമം പറയുന്നത്. ഒരു നിശ്ചിത ഊഷ്മാവിൽ സൂക്ഷിക്കുന്ന അനുയോജ്യമായ വാതകത്തിന്റെ ഒരു നിശ്ചിത പിണ്ഡത്തിന് മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബന്ധമില്ലാതെ വരുന്നത് കേട്ടോ, ബന്ധമില്ലാത്ത. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എഞ്ച് വഴിയമ്പലങ്ങൾ. ഓപ്ഷൻ ബി പറയുന്നത് സർഗസംഗീതം, ആയിഷ, നാടൻ പ്രേമം, രാജാങ്കണം. ഓപ്ഷൻ സി പറയുന്നത് മേഘഛായ, ആയിഷ, ഋഷിപ്രസാദം, ഉജ്ജയിനി. ഓപ്ഷൻ ഡി പറയുന്നത് അഗ്നിശലഭങ്ങൾ, ഏണിപ്പടികൾ, തോരാമഴ, ഒരു ദേശത്തിന്റെ കഥ. ഏതാ? അത് ഓപ്ഷൻ എ ആണ് കേട്ടോ, എസ് കെ പൊറ്റക്കാടിന്റെ ആണ് വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എഞ്ച് വഴിയമ്പലങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ NN പിള്ള, ഓപ്ഷൻ ബി N കൃഷ്ണപിള്ള, ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധര മേനോൻ, ഓപ്ഷൻ ഡി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആരാണ്? അത് ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് കേട്ടോ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. ഇനി വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ ആദ്യ കവിതാ സമാഹാരം അത് കന്നിക്കൊയ്ത്ത് ആണ്, കന്നിക്കൊയ്ത്ത്. ഇനി 54-ാമത്തെ ക്വസ്റ്റ്യൻ, ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 87.85 മീറ്റർ, ഓപ്ഷൻ ബി 87.58 മീറ്റർ, ഓപ്ഷൻ സി 86.58 മീറ്റർ, ഓപ്ഷൻ ഡി 88.58 മീറ്റർ. ഏതാ? അത് ഓപ്ഷൻ ബി 87.58 മീറ്റർ ആണ് കേട്ടോ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്രയാണെന്ന് വെച്ചാൽ അത് 87.58 മീറ്റർ ആണ്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്ത ദൂരം എത്രയാണ്? അത് 89.45 ആണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്ത ദൂരം എത്രയാണെന്ന് വെച്ചാൽ അത് 89.45 മീറ്ററും. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ വ്യക്തി ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് അർഷാദ് നദീം ആണ് കേട്ടോ, അർഷാദ്
നദീം. 92.97 മീറ്റർ ആണ്. ഇനി അടുത്ത 55-ാമത്തെ ക്വസ്റ്റ്യൻ, ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ വിഷാദ വേശ്യകളെ കുറിച്ചുള്ള ഓർമ്മകൾ. ഓപ്ഷൻ ബി അന്റിൽ ഓഗസ്റ്റ്. ഓപ്ഷൻ സി കോളറക്കാലത്തെ പ്രണയം. ഓപ്ഷൻ ഡി ടെസ്റ്റമെന്റ്സ് ബിട്രേഡ്. ഏതാണ് അത്? ഓപ്ഷൻ ബി അന്റിൽ ഓഗസ്റ്റ് ആണ് കേട്ടോ. ഇനി 56-ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഓപ്പൺ ഹൈമർ. ഓപ്ഷൻ ബി പുവർ തിങ്സ്. ഓപ്ഷൻ സി ദ സോൺ ഓഫ് ഇന്ററസ്റ്റ്. ഓപ്ഷൻ ഡി ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ്. അത് ഓപ്ഷൻ സി ദ സോൺ ഓഫ് ഇന്ററസ്റ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്ഷൻ സി ദ സോൺ ഓഫ് ഇന്ററസ്റ്റ് ആണ്. ദ സോൺ ഓഫ് ഇന്ററസ്റ്റ് കേട്ടോ. ഇനി 96-ാമത് ഓസ്കാർ പുരസ്കാരം 2024 മികച്ച ചിത്രം ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? അത് ഓപ്പൺ ഹൈമർ ആണ്. 96-ാമത് ഓസ്കാർ പുരസ്കാരം 2024 മികച്ച ചിത്രം ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ഹൈമർ ആണ്. മികച്ച നടൻ ആരാണ്? അത് കിലിയൻ മർഫിയും. മികച്ച നടി എമ്മ സ്റ്റോണോ ആണ് കേട്ടോ. അപ്പം ലേറ്റസ്റ്റ് 2025 കേട്ടോ. 2025 97-ാമത്തെ ഓസ്കാർ പുരസ്കാരം മികച്ച സിനിമ ഏതാണ്? മികച്ച സിനിമ അത് അനോറയാണ്. സംവിധാനം ചെയ്തത് ഷോൺ ബേക്കർ ആണ് കേട്ടോ. സംവിധാനം ചെയ്തത് ഷോൺ ബേക്കർ ആണ്. മികച്ച നടൻ ആരാണ്? മികച്ച നടൻ അത് അഡ്രിൻ ബ്രോഡി ആണ് കേട്ടോ. മികച്ച നടൻ അഡ്രിൻ ബ്രോഡി. സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി ആരാണെന്ന് വെച്ചാൽ അത് നിക്കി മാഡിസൺ ആണ്. സിനിമ അനോറയാണ് കേട്ടോ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ. സിനിമ അനോറ. ഒന്നുകൂടെ പറയാം. 97-ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സിനിമ ചോദിച്ചാൽ അനോറ. സംവിധാനം ചെയ്തത് ഷോൺ ബേക്കർ. മികച്ച നടൻ അഡ്രിൻ ബ്രോഡി. സിനിമ ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി മിക്കി മാഡിസൺ. സിനിമ അനോറ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ. സിനിമ അനോറ. ഇനി 97-ാമത് ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ അവാർഡ് സ്വന്തമാക്കിയ സിനിമ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? അത് അനോറയാണ് കേട്ടോ. 97-ാമത് ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ അവാർഡ് സ്വന്തമാക്കിയ സിനിമ ഏതാണെന്ന് വെച്ചാല് അനോറയാണ്. 5 എണ്ണമാണ്. മികച്ച സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ്, മികച്ച നടി, മികച്ച സിനിമ. ഇനി 97-ാമത് ഓസ്കാർ അവാർഡിന് വേണ്ടി ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതാണെന്ന് വെച്ചാൽ അത് ലാപത ലേഡീസ്. സംവിധാനം ചെയ്തത് കിരൺ റാവു ആണ്. ഒന്നുകൂടെ പറയാം. 97-ാമത് ഓസ്കാർ അവാർഡിന് വേണ്ടി ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതാണെന്ന് വെച്ചാൽ അത് ലാപത ലേഡീസ്. സംവിധാനം ചെയ്തത് കിരൺ റാവു. 57-ാമത്തെ ക്വസ്റ്റ്യൻ, നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആര്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അയ്യപ്പ പണിക്കർ. ഓപ്ഷൻ ബി വള്ളത്തോൾ. ഓപ്ഷൻ സി ONV. ഓപ്ഷൻ ഡി മധുസൂദനൻ നായർ. അത് ഓപ്ഷൻ എ അയ്യപ്പ പണിക്കരാണ് കേട്ടോ. അയ്യപ്പ പണിക്കർ. 58-ാമത്തെ ക്വസ്റ്റ്യൻ, രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് വരുന്നത്. രാമപുരത്ത് വാര്യർ, കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ, ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ, പറുദീസ നഷ്ടം, കാളിദാസൻ, ഋതുസംഹാരം. രാമപുരത്ത് വാര്യർ, കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ, ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ, പറുദീസ നഷ്ടം, കാളിദാസൻ, ഋതുസംഹാരം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 59-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? പ്രസ്താവന വായിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഡാറ്റ പാക്കുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും ആണ് ഉള്ളത്. ഏതാണ് ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന? പ്രസ്താവന ഒന്നുകൂടെ വായിക്കാം. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഡേറ്റ പാക്കുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടും ഉള്ളത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായിട്ടുള്ളത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൽ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. ഇനി 60-ാമത്തെ ക്വസ്റ്റ്യൻ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഗ്രാഫ്സ്. ഓപ്ഷൻ ബി ഫങ്ഷൻസ്. ഓപ്ഷൻ സി മാത്തമാറ്റിക്കൽ പാക്കേജ്. ഓപ്ഷൻ ഡി ബോക്സ്. ഓപ്ഷൻ ബി ഫങ്ഷൻസ് ആണ് കേട്ടോ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏതാണെന്ന് വെച്ചാൽ അത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ്. ഇനി 61-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? ഓപ്ഷൻ എ
വയർലെസ് റിപ്പീറ്റർ, ഓപ്ഷൻ ബി സ്വിച്ച്, ഓപ്ഷൻ സി വയർലെസ് ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വയർലെസ് റിപ്പീറ്റർ, ഓപ്ഷൻ ബി സ്വിച്ച്, ഓപ്ഷൻ സി വയർലെസ് ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്, വയർലെസ് റിപ്പീറ്റർ ആണ് കേട്ടോ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഓപ്ഷൻ എ കീബോർഡ്, ഓപ്ഷൻ ബി മൗസ്, ഓപ്ഷൻ സി സ്കാനർ, ഓപ്ഷൻ ഡി OMR. അത് ഓപ്ഷൻ ബി മൗസ് ആണ് കേട്ടോ. ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്നത്. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഓപ്പറ, ഓപ്ഷൻ ബി ഗൂഗിൾ ക്രോം, ഓപ്ഷൻ സി ഫയർഫോക്സ്, ഓപ്ഷൻ ഡി ഗൂഗിൾ മീറ്റ്. അത് ഓപ്ഷൻ ബി ഗൂഗിൾ ക്രോം ആണ് കേട്ടോ. ഗൂഗിൾ ക്രോം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ ക്രോം. ഇനി ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാണ്? ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ അത് സഫാരി ആണ് കേട്ടോ. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ഏതാണെന്ന് വെച്ചാൽ അത് സഫാരി ആണ് കേട്ടോ. ഇനി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണെന്ന് വെച്ചാല് അത് എപ്പിക് ആണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണെന്ന് വെച്ചാൽ അത് എപ്പിക് ആണ് കേട്ടോ. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ, പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ വിഭാഗം 4, ഓപ്ഷൻ ബി വിഭാഗം 6, ഓപ്ഷൻ സി വിഭാഗം 12, ഓപ്ഷൻ ഡി വിഭാഗം 14. അത് ഓപ്ഷൻ ഡി വിഭാഗം 14 ആണ് കേട്ടോ. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാല് അത് വിഭാഗം 14 ആണ്. ഇനി പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്ര? പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം അത് 46 ആണ്. പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് 46 ആണ്. ഇനി പോക്സോ നിയമത്തിലെ വകുപ്പ് 14 പ്രകാരം കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം വരെ തടവും പിഴയുമാണ് കേട്ടോ. പോക്സോ നിയമത്തിലെ വകുപ്പ് 14 പ്രകാരം കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷ 5 വർഷം വരെ തടവും പിഴയും, കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും പിഴയും. ഇനി അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഉപഭോക്തൃ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഓപ്ഷൻ ബി ഉപഭോക്തൃ സാധനങ്ങൾ നിയന്ത്രിക്കുന്നതിന്, ഓപ്ഷൻ സി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും, ഓപ്ഷൻ ഡി പരസ്യ നിലവാരം നിരീക്ഷിക്കാൻ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമാണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും. ഇനി 66ാമത്തെ ക്വസ്റ്റ്യൻ, DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വിഭാഗം 2, ഓപ്ഷൻ ബി വിഭാഗം 3, ഓപ്ഷൻ സി വിഭാഗം 4, ഓപ്ഷൻ ഡി വിഭാഗം 5. അത് വിഭാഗം 3 ആണ് കേട്ടോ. ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ കുറിച്ച് നിർവചിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വിഭാഗം 3 ആണ്. ഇനി ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന തീയതി എന്താണ്? ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന തീയതി അത് 2006 ഒക്ടോബർ 26 ആണ് കേട്ടോ. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന തീയതി 2006 ഒക്ടോബർ 26 ആണ്. ഇനി 67ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിതമായത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, ഓപ്ഷൻ ബി ദേശീയ മനുഷ്യാവകാശ നിയമം 1993, ഓപ്ഷൻ സി മൗലിക അവകാശ നിയമം 1993, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അത് ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ആണ്. അപ്പം NHRC സ്ഥാപിച്ചത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 പ്രകാരമാണ്. ഇനി 68ാമത്തെ ക്വസ്റ്റ്യൻ, നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 10,000, ഓപ്ഷൻ ബി 25,000, ഓപ്ഷൻ സി 50,000, ഓപ്ഷൻ ഡി 1,00,000. അത് ഓപ്ഷൻ ബി 25,000 ആണ് കേട്ടോ. 25,000. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ,
ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത്? ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാം. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. ഓപ്ഷൻ ബി പറയുന്നത് ബി, രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഓപ്ഷൻ സി പറയുന്നത് ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. ഓപ്ഷൻ ഡി പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാമാണ് കേട്ടോ. അപ്പം ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് ചോദിച്ചാല് വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. ബി, രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. ഇതെല്ലാം വിവരാവകാശ കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. അപ്പം നമ്മള് 70 ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്. താങ്ക് യു.